ഒരു സന്യാസിനിക്ക് സ്വതന്ത്രമായി ഈ രാജ്യത്ത് സഞ്ചരിക്കാൻ ആരെയൊക്കെ പേടിക്കണം? കുറച്ച് നാളുകളായി ഉയരുന്ന ചോദ്യമാണത്. ഒന്നിലേറെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതലും ട്രെയിൻ യാത്രക്കിടയിലാണ് എന്ന് മാത്രം. സന്യാസിനിമാരുടെ കൂടെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിലൊക്കെയാണ് ചോദ്യങ്ങൾ കൂടുതൽ. അവർ സംഘടിതരായി ആക്രമിക്കപ്പെടുന്നു. പലപ്പോഴും ഇവിടെ പോലീസും നിഷ്ക്രിയരാവുകയാണ്. സംഘടിതരായി എത്തുന്നവർ നിയമം കയ്യിലെടുക്കുന്ന കാഴ്ച. ഇവർ ആരോട് പരാതിപ്പെടണം? ഇതാ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, ഒഡീഷയിൽ ഉണ്ടായ സംഭവം. ക്രൈസ്തവരായ ഒരു സംഘം യാത്ര ചെയ്യുന്നു ട്രെയിനിൽ. അതിലൊരു സന്യാസിനിയുണ്ട്, അവരുടെ സഹോദരനുണ്ട്, ഒന്നിലേറെ പെൺകുട്ടികളുണ്ട്. അവരെല്ലാം ജന്മനാ ക്രിസ്ത്യാനികൾ. മതപരിവർത്തനം നടത്താനാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് എന്നാണ് രേഖകളെല്ലാം കണ്ടിട്ടും അക്രമി സംഘം ആക്രോശിക്കുന്നത്. അവർ ട്രെയിനിനുള്ളിൽ വെച്ച് അപമാനിക്കുന്നു, പുറത്തിറങ്ങി ആക്രമിക്കുന്നു, മൊബൈൽ അടക്കം പിടിച്ചു വാങ്ങുന്നു. നീണ്ട 18 മണിക്കൂർ അവർ പലരുടെയും തടങ്കലിലാണ്. ഒടുവിൽ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടലിൽ മോചനം. സ്ത്രീകൾക്കെതിരായ ചെറിയ അതിക്രമങ്ങൾ പോലും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന ഈ രാജ്യത്ത് നിരാലംബരായ ഒരു സംഘം ക്രൈസ്തവർ വനിതകൾ നേരിട്ട കൊടിയ ക്രൂരത, അപമാനം, ഇതിനാര് മറുപടി പറയും? സുയോമോട്ടോ പ്രകാരം എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല? മതപരിവർത്തനം നടത്തുന്നു, അതിനാണ് കൊണ്ടുപോകുന്നത് എന്ന വ്യാജ ആരോപണം അക്രമി സംഘം ഉയർത്തിയിട്ടും അന്വേഷണത്തിൽ പോലീസ് അത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടും ഈ സന്യാസിനിയെയും കൂടെയുള്ള പെൺകുട്ടികളെയും വിട്ടയക്കാൻ ഇവർ മണിക്കൂറുകൾ എടുക്കുന്നു. ട്രെയിനിൽ സന്യാസിനിമാർ വളഞ്ഞിട്ടാക്രമിക്കപ്പെടുന്ന കാഴ്ചകൾ ഇതിനു മുൻപും നാം കണ്ടിട്ടുണ്ട്. അവരോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികളും ആക്രമിക്കപ്പെടുന്ന കാഴ്ചകൾ. ചോദ്യം ഉയരും, ഈ സ്വതന്ത്ര ഭാരതത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഒരു സന്യാസിനിക്ക് ആരുടെയൊക്കെ കാലു പിടിക്കണം? ഒരു സ്വതന്ത്ര പൗരൻ കയ്യിൽ കൊണ്ടു നടക്കേണ്ടതില്ലാത്ത ഏതൊക്കെ രേഖകളാണ് ഇവർ മാത്രം ചുമലിലേറ്റി കൊണ്ടുപോകേണ്ടി വരുന്നത്?